നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. വാഹനാപകടത്തിൽ അഭിഭാഷകൻ മരിച്ചു. കടയ്ക്കൽ ആനപ്പാറ സ്വദേശി അനു BS ആണ് മരിച്ചത്. കാറും ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. പത്തൊൻപതുകാരി പ്രസവിച്ച ശേഷം കുഞ്ഞിനെ പുറത്തേക്കെറിഞ്ഞ സംഭവം. അമ്മയ്ക്കെതിരെ വധശ്രമത്തിന് കേസ്. കുഞ്ഞു പൂർണ്ണ ആരോഗ്യവതിയാണെന്ന് ഡോക്ടർമാർ. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. വീട് നിർമ്മിച്ചു നൽകി. KCB വർക്കേഴ്സ് അസോസിയേഷൻ CITU ചടയമംഗലം യൂണിറ്റ് സെക്രട്ടറി രവിയുടെ കുടുംബത്തിനാണ് അസോസിയേഷൻ വീട് നിർമ്മിച്ചു നൽകിയത്. CITU ദേശീയ ജനറൽ സെക്രട്ടറി എളമരം കരീം താക്കോൽ കൈമാറി. വിശദമായ വാർത്തകളിലേക്ക്. വാഹനാപകടത്തിൽ അഭിഭാഷകൻ മരിച്ചു. കടയ്ക്കൽ ആനപ്പാറ സ്വദേശി അനു BS ആണ് മരിച്ചത്. നിലമേൽ ഭാഗത്തു നിന്ന് കടയ്ക്കലിലെ വീട്ടിലേക്ക് പോകുമ്പോൾ എതിർദിശയിൽ വന്ന കാറുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കടയ്ക്കലിലുണ്ടായ വാഹനാപകടത്തിലാണ് അഭിഭാഷകൻ മരിച്ചത്. 35-കാരനായ കടയ്ക്കൽ ആനപ്പാറ സ്വദേശി അനൂപ് BS ആണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് നിലമേൽ ഭാഗത്തു നിന്നും കടയ്ക്കലിലെ വീട്ടിലേക്ക് പോകവേ കാര്യത്തിന് സമീപം ഓട്ടോറിക്ഷയെ മറികടന്ന് എതിർദിശയിൽ വന്ന കാറുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ അനൂപിനെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കടയ്ക്കൽ സഹകരണ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകനാണ് അനൂപ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. KCB വർക്കേഴ്സ് അസോസിയേഷൻ CITU ചടയമംഗലം യൂണിറ്റ് സെക്രട്ടറി രവിയുടെ കുടുംബത്തിന് നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി. അസോസിയേഷൻ കൊട്ടാരക്കര ഡിവിഷൻ സെക്രട്ടറി ആയിരുന്ന KP ഹരീഷ് കുമാർ സ്മാരക ട്രസ്റ്റാണ് വീട് നിർമ്മിച്ചു നൽകിയത്. CITU ദേശീയ ജനറൽ സെക്രട്ടറി എളമരം കരീം താക്കോൽ കൈമാറി. KCB വർക്കേഴ്സ് അസോസിയേഷൻ CITU കൊട്ടാരക്കര ഡിവിഷൻ സെക്രട്ടറി ആയിരുന്ന KP ഹരീഷ് കുമാറിന്റെ സ്മരണാർത്ഥം രൂപീകരിച്ച ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് സംഘടനയുടെ ചടയമംഗലം യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന രവിയുടെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയത്. വീടിന്റെ താക്കോൽ കൈമാറ്റം KCB വർക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റും CITU ദേശീയ ജനറൽ സെക്രട്ടറിയുമായ എളമരം കരീം നിർവഹിച്ചു. ഓച്ചിറ വലിയകുളങ്ങര പള്ളിമുക്കിന് സമീപമാണ് വീട് നിർമ്മിച്ചത്. ജീവിക്കാനുള്ള വരുമാനം ശമ്പളമായും മറ്റും കിട്ടുന്നുണ്ട്. അതുപയോഗിച്ച് ഓരോ കുടുംബം പ്രത്യേകമായി ജീവിച്ചു വരുമ്പോൾ ഒരു സഹപ്രവർത്തകന് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാൽ അനാഥമാകുന്ന കുടുംബത്തിന് ഒരു വീട് പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ഇടപെടാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നത് ഏറ്റവും മഹത്തായ ഒരു കൃത്യമാണ്. അതിന് നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. KSCBWA CITU വർക്കിംഗ് പ്രസിഡന്റ് S ഹരിലാൽ അധ്യക്ഷത വഹിച്ചു. V അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. CITU കൊല്ലം ജില്ലാ സെക്രട്ടറി S ജയമോഹൻ, KSCBWA ജനറൽ സെക്രട്ടറി പ്രദീപ് ശ്രീധരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ദീപ K രാജൻ, CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ശിവശങ്കരപിള്ള, ജില്ലാ കമ്മിറ്റി അംഗം PV സത്യദേവൻ, CPM കരുനാഗപ്പള്ളി ഏരിയ സെക്രട്ടറി A അനിരുദ്ധൻ, A ബ്രിജിത്ത്, സുരേഷ് നാരായണത്ത്, അനിയുമ്മൻ മാത്യു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്റെ പേര് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. MPമാരും MLAമാരും പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. MPമാരും MLAമാരും പാർട്ടി ചുമതലകളിലേക്ക് വരുന്നതിൽ കോൺഗ്രസിൽ തടസ്സമില്ല. എന്നാൽ ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടി ദേശീയ നേതൃത്വമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. അല്ല, MPമാരും MLAമാരും കോൺഗ്രസിന്റെ പദവികളെല്ലാം വന്നിട്ടുണ്ട്. അതൊരു പുതിയ കാര്യമല്ല. അത് മുമ്പും വന്നിട്ടുണ്ട്. ഇപ്പോഴും കോൺഗ്രസിന്റെ വിവിധ AICC അധ്യക്ഷൻ തന്നെ MP ആണ്. അതുപോലെ തന്നെ വിവിധ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളുടെ അധ്യക്ഷന്മാർ MP ആണ്. രാജ്യസഭ, ലോക്സഭ. അത് കോൺഗ്രസിനകത്തൊരു ബാറിംഗ് അല്ല. MPമാര് MLAമാര് പാർട്ടിയുടെ ചുമതലകൾ ഏറ്റെടുക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാറിംഗ് അല്ല. MPമാരും MLAമാരും ഒക്കെ കാലാകാലങ്ങളിൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ, കോൺഗ്രസിന്റെ വിവിധ പദവികളിൽ വന്നിട്ടുണ്ട്. അതൊരു ബാറിംഗ് അല്ല. പക്ഷെ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ്, ദേശീയ നേതൃത്വം. തന്റെ പേര് മുൻപും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടി തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. പറഞ്ഞ കപ്പിനും ചുണ്ടിനും ഇടയിൽ വന്നുപോയെന്ന് ആരും നിങ്ങളോട് പറഞ്ഞു? അതെങ്ങനെ പറയാൻ കഴിയും? പരിഗണന നൽകിയത് കൊണ്ട് പരിഗണന നൽകുന്നവരെല്ലാം ആഗ്രഹമുണ്ടോ?
അത് സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞുപോയ കാര്യത്തെ കുറിച്ച് കപ്പലും ചുണ്ടിനും ഇടയിലാണ് പോയതെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞകാല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പിന്നി പറയാൻ പറ്റും. ഇപ്പൊ വരാൻ പോകുന്ന കാര്യകാലത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തൃക്കരിവയിൽ തെരുവുനായയുടെ അക്രമം. 90-കാരി ഉൾപ്പെടെ 14 പേർക്ക് കടിയേറ്റു. വീടിന്റെ വരാന്തയിൽ ഇരുന്നവരും മുറ്റത്തേക്കിറങ്ങിയവരും റോഡിൽ നിന്നവരും ഉൾപ്പെടെ 14ഓളം പേർക്കാണ് കടിയേറ്റത്. കടിയേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വീടിന്റെ വരാന്തയിലിരുന്നവരും മുറ്റത്തേക്കിറങ്ങിയവരും റോഡിൽ നിന്നവരും ഉൾപ്പെടെ 14ഓളം പേരെയാണ് തെരുവുനായ കടിച്ചത്. മുഖത്തും കൈകാലുകൾക്കും കടിയേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. പരിക്കേറ്റവരിൽ കൂടുതലും വയോധികരാണ്. ആളുകളെ ആക്രമിച്ചതിനു പുറമെ വഴിയിൽ കണ്ട മറ്റു നായ്ക്കളെ കൂടി ആക്രമിച്ച നായയെ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് അഞ്ചാലിമൂട്ടിലെ വെറ്റിനറി ആശുപത്രിയിൽ വിവരമറിയിച്ച് നായപിടുത്ത സംഘത്തെ വരുത്തി കാഞ്ഞാവിളി ജംഗ്ഷന് സമീപത്തു നിന്നും പിടികൂടി. നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാഞ്ഞാവിളി ഭാഗത്താണ് നായയെ ആദ്യം കണ്ടത്. ഇവിടെ വേളിക്കാട് ഭാഗത്ത് വെച്ച് മധു എന്നയാളെ നായ കടിച്ചു. പ്രാക്കുളം ഭാഗത്തേക്ക് പോയ നായ വീടിന് സമീപം നിൽക്കുകയായിരുന്ന ഓമനയമ്മയെ ആക്രമിക്കുകയായിരുന്നു. 90-കാരിയായ ഇവർ പേടിച്ച് നിലത്ത് വീണു. ഇവരുടെ മുഖത്താണ് നായ കടിച്ചത്. ഓമനയമ്മയെ രക്ഷിക്കാനെത്തിയ നാട്ടുകാരെയും നായ ആക്രമിക്കാൻ ശ്രമിച്ചു. നായ ഓടിപ്പോയ ശേഷമാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. വീടിന്റെ വരാന്തയിൽ കയറി കാഞ്ഞാവിളി മൂലവിളി മുഹമ്മദ് കുഞ്ഞിനെയും നായ ആക്രമിച്ചു. പ്രാക്കുളം സ്വദേശികളായ സരസ്വതി, അജയഘോഷ് എന്നിവർക്കും നായയുടെ കടിയേറ്റു. വന്മള സ്വദേശിയായ ശെൽവനെയും നായ കടിച്ചു. പരിക്കേറ്റവർ കൊല്ലം ജില്ലാ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രികളിലുമായാണ് ചികിത്സ തേടിയത്. ഇതിൽ വന്മള സ്വദേശിയായ ഒരാൾക്ക് വാക്സിൻ അലർജി ഉണ്ടായതിനാൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പ്രാക്കുളം ബോട്ട് ജെട്ടിക്ക് സമീപം പ്രാത്തോട്ടത്ത് തെരുവുനായ വയോധികയെ കടിച്ചു. ഇവരെ രക്ഷിക്കാനെത്തിയ ഒരാളെയും വീടിന്റെ തിണ്ണയിലിരുന്ന ഒരാളെയും നായ കടിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പൊതുമരാമത്തിന്റെ ഓട ശുചീകരണം ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. ചവറ മണ്ഡലത്തിലെ മഴക്കാല പൂർവ്വ ശുചീകരണ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. ശുചീകരണത്തിന് ഫണ്ടുകൾ അപര്യാപ്തമാണെങ്കിൽ ചവറയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഹായം ഉറപ്പുവരുത്താമെന്നും മന്ത്രി പറഞ്ഞു. ചവറ മണ്ഡലത്തിലെ മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട അവലോകന യോഗമാണ് മന്ത്രി ഷിബു ബേബി ജോണിന്റെ സാന്നിധ്യത്തിൽ ചേർന്നത്. KMML ഗസ്റ്റ് ഹൌസിലാണ് യോഗം സംഘടിപ്പിച്ചത്. വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുമരാമത്ത് ഓട ശുചീകരണം ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി പറഞ്ഞു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് ഫണ്ടുകൾ അപര്യാപ്തമാണെങ്കിൽ ചവറയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഹായം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ഈ തവണത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് അതുകൊണ്ടാണ് വളരെ വൈകിയത്. മഴ എത്തിക്കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ യോഗം വിളിച്ചത്. പക്ഷേ അടിയന്തര പ്രാധാന്യത്തോടുകൂടി പഞ്ചായത്തുകളും ഗവൺമെന്റ് സംവിധാനങ്ങളും കൂടെ ചേർന്ന് പ്രവർത്തിക്കാനും ആവശ്യമുള്ള ഈ പ്രവർത്തനത്തിന് ആവശ്യമുള്ള ഫണ്ടുകൾ അപര്യാപ്തമാണെങ്കിൽ KMML, IRE പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഹായം കൂടെ ഉറപ്പുവരുത്തുന്നതാണ്. അടിയന്തരമായി പഞ്ചായത്ത് തലത്തിലുള്ള ഓട ക്ലീനിങ് ഒരു പരിധി വരെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ PWDയുടെ ഓട ക്ലീനിങ് എങ്ങും എത്തിയിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ പരിഹാരം കാണാൻ ഒരാഴ്ചയ്ക്കകം ക്ലീൻ ചെയ്യണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് മോണിറ്റർ ചെയ്യുന്നതായിരിക്കും. കളക്ടർ തലത്തിൽ കളക്ടറെ ശ്രദ്ധയപ്പെടുത്തി. കളക്ടർ ഒരു അടിയന്തരമായൊരു യോഗം വിളിച്ചു. അതൊരു പ്രശ്നം തന്നെയാണ്. ദേശീയപാതയിൽ നിർമ്മാണം എഴഞ്ഞു നീങ്ങുന്നത് കൊണ്ട് കിഴക്കൻ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ടാകുന്ന പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അത് കളക്ടർ പ്രത്യേകം യോഗം വിളിച്ചിട്ട് അതിനൊരു പരിഹാരം കാണണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർ യോഗത്തെ അറിയിച്ചു. പൊതുമരാമത്ത് ഓടകളിൽ ശുചീകരണം നടത്തിയിട്ടില്ലെന്ന് ജനപ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. കാലവർഷം മൂലം ദുരിതത്തിലാകുന്ന ദേശീയപാതയോരത്തും സമീപ പ്രദേശങ്ങളിലും വെള്ളക്കെട്ടിന് അടിയന്തര നടപടി ഉണ്ടാകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംലാന ഉഷാദ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സന്തോഷ് തുപ്പാശ്ശേരി, വി ശിവലാൽ, വിജയശ്രീമംഗളൻ, S അനിൽ, അംബികാദേവി, ജില്ലാ പഞ്ചായത്ത് അംഗം I ജയലക്ഷ്മി, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കടത്തിണ്ണയിൽ ഉറങ്ങിക്കിടന്ന ലോട്ടറി വിൽപ്പനക്കാരനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. കൊല്ലം മുണ്ടയ്ക്കൽ ഊരമ്പള്ളി സ്വദേശി രാജേന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് 200 മീറ്റർ അകലെയാണ് കൊലപാതകം നടന്നത്. കൊല്ലം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്ന് 200 മീറ്റർ ദൂരെയാണ് വയോധികനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. നഗരത്തിലെ DCC ഓഫീസിന് മുൻവശത്തെ കാർ വർക്ക്ഷോപ്പിന് സമീപമാണ് മൃതദേഹം കണ്ടത്. മുണ്ടയ്ക്കൽ ഊരമ്പള്ളിൽ പത്മവിലാസത്തിൽ 70-കാരനായ രാജേന്ദ്രനാണ് മരിച്ചത്.
തിങ്കളാഴ്ച രാവിലെ വർക്ക്ഷോപ്പ് തുറക്കാനെത്തിയ തൊഴിലാളികളാണ് തുണി കൊണ്ട് മൂടിയ നിലയിൽ മൃതദേഹം കണ്ടത്. കഴുത്തിൽ തുണി മുറുക്കിയ നിലയിൽ രക്തം വാർന്ന നിലയിലുമായിരുന്നു മൃതദേഹം. ശനിയാഴ്ച അർദ്ധരാത്രി മോഷണ ശ്രമത്തിനിടെയുണ്ടായ ആക്രമണത്തെ തുടർന്നാകാം കൊലപാതകമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിന്റെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചു. രാജേന്ദ്രൻ നഗരത്തിൽ കാൽനടയായി സഞ്ചരിച്ച് ലോട്ടറി വിൽപ്പന നടത്തുന്നയാളാണ്. പുലർച്ചെ എത്തിയ അജ്ഞാതൻ കിടന്നുറങ്ങുകയായിരുന്ന രാജേന്ദ്രന്റെ ബാഗ് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. പിടിവലിക്കിടെ ഷർട്ട് ഉപയോഗിച്ച് രാജേന്ദ്രനെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മൃതദേഹം കടയ്ക്കും മതിലിനുമിടയിലേക്ക് മാറ്റിയ ശേഷം അവിടെ കിടന്ന പൈപ്പിൽ മൃതദേഹം കയറുപയോഗിച്ച് കെട്ടി. മൃതശരീരം കൈലി ഉപയോഗിച്ച് മൂടിയ ശേഷം രാജേന്ദ്രന്റെ ബാഗുമായി ഇയാൾ കടക്കുകയായിരുന്നു. കടയിലെ CCTV ക്യാമറ പ്രവർത്തിച്ചിരുന്നില്ല. സമീപത്തെ മറ്റൊരു ക്യാമറയിൽ നിന്നാണ് അവ്യക്തമായ ദൃശ്യങ്ങൾ ലഭിച്ചത്. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഏറെ വർഷങ്ങളായി ബന്ധുക്കളുമായി അകന്നു കഴിയുന്ന രാജേന്ദ്രൻ പല ദിവസങ്ങളിലും ഈ കടവരാന്തയിലാണ് രാത്രി ഉറങ്ങിയിരുന്നത്. ഇക്കാര്യം നേരത്തെ അറിയാവുന്ന പ്രതി കരുതിക്കൂട്ടി എത്തിയതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. ശാരീരിക അവശതകൾ മൂലം അഗതി മന്ദിരത്തിൽ അഭയം തേടാനുള്ള ഒരുക്കത്തിലായിരുന്നു രാജേന്ദ്രനെന്ന് പരിചയമുള്ളവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജാമ്യം നിൽക്കാൻ പറ്റുചീട്ട് കൊടുത്തില്ല. ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. ഭർത്താവ് പോലീസ് പിടിയിൽ. നെടുമ്പന സ്വദേശി സതീശനാണ് കണ്ണനല്ലൂർ പോലീസിന്റെ പിടിയിലായത്. ജാമ്യം നിൽക്കാൻ പറ്റുചീട്ട് നൽകാത്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിലാണ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവത്തിൽ നെടുമ്പന കളയ്ക്കൽ ശരണ്യ ഭവനിൽ സതീശനെ കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നേരത്തെ 2 കേസുകളിൽ കണ്ണനല്ലൂർ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതിന് ജാമ്യം നിൽക്കാനായി എറണാകുളത്ത് ജോലി ഉണ്ടായിരുന്ന ഭാര്യ രമയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ജാമ്യം നിൽക്കാൻ ഭാര്യ വിസമ്മതിച്ചതിനെ തുടർന്ന് പെൺമക്കളുടെ മുന്നിൽ വെച്ച് കരിക്കത്തി ഉപയോഗിച്ച് വയറ്റിൽ കുത്തുകയായിരുന്നു. കുത്തുകൊണ്ട് അബോധാവസ്ഥയിലായ രമയെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. SHO ബസന്ത്, SI കൃഷ്ണലാൽ, SI ആശാവിരേഖ, GSI അജയൻ, ജ്യോതിഷ് കുമാർ, രതീഷ് കുമാർ, CPO ഹുസൈൻ എന്നിവരടങ്ങുന്ന സംഘമാണ് സതീശനെ വീടിന് സമീപത്തു നിന്നും അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വാക്കുതർക്കത്തെ തുടർന്ന് യുവാവിനെ നെഞ്ചിൽ കുത്തിപ്പരിക്കേൽപ്പിച്ചയാൾ ചാത്തന്നൂർ പോലീസിന്റെ പിടിയിൽ. ചാത്തന്നൂർ മീനാട് സ്വദേശി മൊട്ട വിഷ്ണു എന്ന് വിളിക്കുന്ന അതുൽ രവിയാണ് പിടിയിലായത്. ആക്രമണത്തിൽ വിരിഞ്ഞം സുന്നർമുക്ക് സ്വദേശി രാജീവിന് പരിക്കേറ്റു. വാക്കുതർക്കത്തെ തുടർന്ന് യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെയാണ് ചാത്തന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാത്തന്നൂർ മീനാട് സ്വദേശി മൊട്ട വിഷ്ണു എന്ന് വിളിക്കുന്ന അതുൽ രവിയാണ് അറസ്റ്റിലായത്. ആക്രമണത്തിൽ വരിഞ്ഞം സുന്ദരൻമുക്ക് സ്വദേശി രാജീവിന് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. വരിഞ്ഞം സുന്ദരൻമുക്ക് ബസ് സ്റ്റോപ്പിന് മുന്നിൽ രാജീവും അതുൽ രവിയും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഇതിൽ പ്രകോപിതനായി അതുൽ കീചെയിനിൽ സൂക്ഷിച്ചിരുന്ന കത്തി ഉപയോഗിച്ച് രാജീവിന്റെ നെഞ്ചിൽ കുത്തുകയായിരുന്നു. തുടർന്ന് ഇയാൾ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. രാജീവിനെ ഉടൻ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാത്തന്നൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇയാളെ പിടികൂടിയത്. പരിക്കേറ്റ രാജീവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ചാത്തന്നൂർ. സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ ഗുരുതരമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംഭവങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ ഗൗരവമുള്ളതാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി. സംഭവങ്ങൾ പരിശോധിച്ച് സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തീർച്ചയായും അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ആ കാര്യത്തിൽ ഗവൺമെന്റ് ഇടപെടും. തീർച്ചയായും നിരീക്ഷിക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ തീർച്ചയായും അത് വളരെ ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഗവൺമെന്റ് അത് ഗൗരവമായി പരിശോധിക്കുകയും അത് ഇടപെടുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നിലവിൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ താരസംഘടനയുടേത് മാത്രമാണെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ഗവൺമെന്റ് തലത്തിലേക്ക് പരാതിയായി ഇത് എത്തിയിട്ടില്ലെന്നും PC വിഷ്ണുനാഥ് പറഞ്ഞു. നിലവിൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ താരസംഘടനയുടേത് മാത്രമാണെന്നും സർക്കാർ തലത്തിലേക്ക് പരാതിയായി ഇത് എത്തിയിട്ടില്ലെന്നും മന്ത്രി PC വിഷ്ണുനാഥ് കൊല്ലത്ത് പറഞ്ഞു. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മാധ്യമപ്രവർത്തകരോട് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. എന്നാൽ പ്രശ്നങ്ങളെല്ലാം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആവശ്യമായ സമയത്ത് ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പൊ അതൊരു താരസംഘടനയിലെ പ്രശ്നങ്ങളായിട്ടാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഗവൺമെന്റിലേക്ക് ഇതിന്റെ കാര്യങ്ങളോ ബന്ധപ്പെട്ടവർക്ക് അവരുടേതായ തലത്തിൽ നിന്ന് ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ആവശ്യമുണ്ടെന്ന് അവർക്ക് കരുതുകയോ
ഇനി അവർക്ക് തോന്നാതെ തന്നെ നമുക്കിപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിലും പെടുന്നുണ്ട്. ആവശ്യമായ ഘട്ടത്തിൽ ഗവൺമെന്റിന്റെ ഇടപെടലുകളും ഉണ്ടാകും. ഇതുവരെയൊന്നും ലഭിച്ചിട്ടില്ല. മാധ്യമങ്ങളിൽ നിന്നുള്ള വാർത്തകൾ മാത്രമാണ്. ആരെ സംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്ന നിലയിൽ വരുന്ന വാർത്തകളുണ്ട്. അല്ലാതെ വ്യക്തിപരമായ കിട്ടിയാൽ തീർച്ചയായും പരിശോധിക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. വാഹനാപകടത്തിൽ അഭിഭാഷകൻ മരിച്ചു. കടയ്ക്കൽ ആനപ്പാറ സ്വദേശി അനൂപ് BS ആണ് മരിച്ചത്. കാറും ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. പത്തൊൻപതുകാരി പ്രസവിച്ച ശേഷം കുഞ്ഞിനെ പുറത്തേക്കെറിഞ്ഞ സംഭവം. അമ്മയ്ക്കെതിരെ വധശ്രമത്തിന് കേസ്. കുഞ്ഞു പൂർണ്ണ ആരോഗ്യവതിയാണെന്ന് ഡോക്ടർമാർ. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. വീട് നിർമ്മിച്ചു നൽകി. KCB വർക്കേഴ്സ് അസോസിയേഷൻ CITU ചടയമംഗലം യൂണിറ്റ് സെക്രട്ടറി രവിയുടെ കുടുംബത്തിനാണ് അസോസിയേഷൻ വീട് നിർമ്മിച്ചു നൽകിയത്. CITU ദേശീയ ജനറൽ സെക്രട്ടറി എളവരം കരീം താക്കോൽ കൈമാറി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.